കണ്ണൂർ കോർപ്പറേഷനിൽ കിരാത ഭരണമാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ കോൺഗ്രസിൻ്റെ ഭരണ സമിതി. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയായ INTUC തന്നെ UDFിന് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. നമ്മളോടൊപ്പം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി ഇപ്പോൾ ചേരുന്നുണ്ട്. പാർട്ടിക്ക് നിങ്ങൾ പരാതി നൽകി കഴിഞ്ഞു അല്ലേ? തീർച്ചയായും പാർട്ടിക്ക് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം INTUC ആണ്. ഇപ്പോൾ നമ്മുടെ പയ്യാമ്പലം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ അവിടെ അതിനനുസരിച്ച് ആളുകൾക്ക് വരാനും പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പൊതുജനങ്ങൾ തന്നെ വലിയ ശക്തമായി ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചുള്ളത്. അപ്പോൾ അവിടെ നിലവിൽ വർഷങ്ങളായി ഈ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും അവരെ തള്ളി മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവർക്കും കൂടി സൗകര്യപ്രദമായ രൂപത്തിൽ അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പ്രതി ജനങ്ങൾക്ക് പോരാനും പോകാനും പറ്റുന്ന രൂപത്തിലേക്ക് തീരുമാനമാണ് കൗൺസിൽ പാർട്ടി ചേർന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിനെതിരെയാണ് INTUC ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്ര വൃത്തികെട്ട ആരോപണങ്ങളുമായി വന്നിട്ടുള്ളത്. തീർച്ചയായും ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അയാൾ എന്തോ ഗൂഢലക്ഷ്യത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. അതുകൊണ്ട് UDF ഭരിക്കുന്ന ഒരു ഭരണസമിതിയെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഈ INTUC പ്രസിഡന്റിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. INTUC സംസ്ഥാന പ്രസിഡന്റോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ഒരു കാരണവശാലും ഇതിനകത്ത് വെച്ചിരിക്കാൻ പാടില്ല. കാരണം ഇയാൾ ആരുടെയോ ചട്ടുകമായി, പ്രത്യേകിച്ച് CPMൻ്റെ ചട്ടുകമായിട്ടോ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റായിട്ടാണ് അയാൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അയാൾക്ക് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം. തീർച്ചയായും അയാൾക്ക് നടപടി എടുക്കണം. കാരണം അത്തരത്തിൽ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ INTUCയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ്, മേയറും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. ഞങ്ങളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഒന്നും തയ്യാറാവാതെ ഈ പറയുന്ന ആളുകൾ അവരെ നിങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് കളിയാണ് കോർപ്പറേഷൻ, നിങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റുകയെന്നൊക്കെ പറഞ്ഞ് അവരിൽ ഭീതി ഉണ്ടാക്കി അവരെ പാവപ്പെട്ട ആളുകളെ കൂട്ടി വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊറാട്ട് നാടകമാണ്. അതിനകത്ത് INTUC കാണിച്ച ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ INTUCൻ്റെ സാധാരണക്കാരായ അതിൻ്റെ പ്രധാനപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഈ പ്രസിഡന്റിൻ്റെ ഏകാധിപത്യ നടപടിക്കെതിരെ ഇത്തരം നിലപാടിനെതിരായിട്ട് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. ഈ INTUCയുടെ നിലപാടല്ല, ഇത് വ്യക്തിപരമായി അയാളെടുത്തിട്ടുള്ള നിലപാടാണ്. 1-2 ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് പല ആളുകളും എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കെതിരെയും ഇതിൻ്റെ പോലെ അനാവശ്യമായി നിൽക്കുന്ന ആളുകളാണ് ഇതിനെ പറയുന്നത്, അവർക്കെതിരായും കയ്യേറ്റം നടത്തിയ ആളുകൾ ആരാന്നൊക്കെ ഞങ്ങൾക്കും അറിയാം. അതൊക്കെ ബന്ധപ്പെട്ട കൃത്യമായ രൂപത്തിൽ നടപടി അവർക്കും ഉണ്ടാവും. ബിനാമിമാർക്ക് വേണ്ടി സംസാരിച്ചു എന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? അയാൾ ഏതോ ഒരു തരത്തിലുള്ള ശക്തികളുടെ പിറകിലാണ്, അല്ലാത്ത അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരേണ്ട സാഹചര്യമില്ല. അപ്പോൾ അയാൾ പിറകിൽ ആരോ ഉണ്ട്, അതിൻ്റെ പേരിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അത്തരം ആളുകളൊക്കെ സംഘടിപ്പിച്ച് കോർപ്പറേഷനെ മോശമാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണത്. INTUC സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചപ്പോൾ അവരും ഈ നിലപാടിനോടൊപ്പം അല്ല എന്നാണോ പറയുന്നത്? തീർച്ചയായും സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി പരാതി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മേയർ തന്നെ പരാതി അവിടെയും കൊടുക്കുന്നുണ്ട്. ഭൂരിഭാഗം ഭാരവാഹികളും, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഭൂരിഭാഗം ഭാരവാഹികളും ഇയാൾക്കെതിരാണ്. ഇയാൾ ഭൂരിപക്ഷം ജില്ലാ ഭാരവാഹികൾ ഇയാൾക്കെതിരാണ്. ഇയാൾ വേണ്ട രീതിയിലുള്ള INTUC പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം, CPMുമായി ബന്ധപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭൂകമ്പമൊക്കെയാണ് നടന്നു വരുന്നത്. ഇതിനൊക്കെ പിന്നിൽ എന്താണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് സംശയിക്കുന്നത്? തീർച്ചയായിട്ടും CPM കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ ഏറ്റവും വലിയ സംഘടനാപരമായിട്ടുള്ള അപജയത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഒരു പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഏറ്റവും പ്രതിക്കൂട്ടിലാക്കപ്പെടുകയാണ്. ആ പ്രതിക്കൂട്ടിലാക്കി ആ പാർട്ടി സെക്രട്ടറിയെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പരസ്യമായി തള്ളിപ്പറയാണ്. അപ്പോൾ വലിയ രൂപത്തിലുള്ള പിണറായി വിജയൻ്റെ ആശ്രിത വത്സലനായി ഇവിടെ കഴിവുള്ള ആളുകളെല്ലാം വെട്ടിനിരത്തി ഒരു കഴിവുമില്ലാത്ത ഒരാളെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ സാധാരണക്കാരെ പാർട്ടി അണികൾക്കെതിരെ വലിയ ശക്തമായ വികാരമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തിരുന്ന കമൻറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാരാണ് അയാളെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ അയാളുടെ പ്രവർത്തനത്തെ എതിരെ സംസാരിക്കുന്നത്. അത് അയാൾക്ക് വേണ്ടി അവസാനം CPMൻ്റെ സംസ്ഥാന നേതാക്കന്മാർക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഗതികേട് പെട്ട
ജില്ലാ സെക്രട്ടറിയാണ്. സ്വന്തം വാർഡില്ല, പഞ്ചായത്തില്ല, MLA എല്ലാം നഷ്ടപ്പെട്ടു. ഇയാൾ വന്നതോടുകൂടി CPM പയ്യന്നൂർ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ ശക്തദൂർഗമായ CPM കോട്ടകൾ തകർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അഴിമതിക്കാരെയും അതോടൊപ്പം തന്നെ രക്തസാക്ഷി ഫണ്ട് മുഖ്യവരെയുമെല്ലാം സംരക്ഷിക്കാനുള്ള നിലപാട് അയാൾ എടുത്തുവെന്ന് മാത്രമല്ല, ഇപ്പോൾ അയാൾ എടുത്തിട്ടുള്ള നിലപാട് പാർട്ടി തന്നെ തള്ളുകയാണ്. വിഴിഞ്ഞത്തിൻ്റെമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പല CPM നേതാക്കന്മാരും രഹസ്യമായി പറയുന്നൊരു കാര്യം, ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഈ രമ്യഹർമ്മ്യത്തിൻ്റെ പിറകിൽ അദാനിയുടെ ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷ് ഫണ്ട് പിരിക്കണമെന്ന് തീരുമാനം എടുത്തപ്പോൾ ഫണ്ടും റെസീറ്റും കൂപ്പണമൊന്നും വേണ്ട, ഫണ്ട് കൃത്യമായി വരും, ആ വന്ന ഫണ്ട് മുഴുവൻ അദാനിയുടെ ഫണ്ടാണ് എന്നുള്ളത് പാർട്ടിയുടെ സഖാക്കൾ പോലും പറയുന്നുണ്ട്. അപ്പോൾ അദാനിയുമായി ഇത്തരത്തിലുള്ള ഫണ്ട് ഇയാൾ മാത്രമല്ല, ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മുദ്രയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി ആരോപണമുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാൾ നടത്തിയുള്ള പല പ്രവർത്തനങ്ങളും ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ, അയാൾ ഈ അദാനിയുമായി അതിനെ ഡീൽ ചെയ്തതിൻ്റെ പേരിൽ അയാളും വലിയ സാമ്പത്തികമായി വലിയ രൂപത്തിൽ സമ്പത്ത് VK രാഗേഷും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അണിയറയിൽ ആളുകൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വലിയ രമ്യഹർമ്മത്തിന് പാർട്ടി സഖാക്കൾ ഫണ്ട് പിരിച്ചെന്നൊക്കെ പറയുന്നു. ഫണ്ട് വേണ്ട രീതി നടന്നില്ല. അപ്പോൾ ഫണ്ട് എവിടെയാണ്? എങ്ങനെ വന്നു? അപ്പോൾ അദാനിയുടെ ഫണ്ടാണ്. അദാനിയുമായി ചേർന്നത് KK രാഗേഷ്, ഡീലർ KK രാഗേഷാണ്. അത് കൃത്യമാണ്. അന്വേഷണം ആവശ്യപ്പെടും. തീർച്ചയായും അന്വേഷണം നടക്കുമല്ലോ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണം നടക്കുന്നത്, ഇതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വലിയ മാന്യന്മാരായി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ തന്നെ നാടിൻ്റെ മുമ്പിലുണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും KK രാഗേഷ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്വന്തം പാർട്ടി അണികൾക്ക് കൊണ്ടും വേണ്ടാത്ത ഒരു ജില്ലാ സെക്രട്ടറിയാണ്. സത്യത്തിൽ അയാളുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ ഗുണകരമാണ്. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് റിജിൽ മാക്കുറ്റി നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് INTUCയുമായി ബന്ധപ്പെട്ടാണ്. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടത്തെ ആ സ്ഥാനത്തു നിന്നും നീക്കണം എന്നുള്ള രീതിയിലാണ് റിജിൽ മാക്കുറ്റി നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് അദാനിയുടെ ഫണ്ട് ലഭിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് റിജിൽ മാക്കുറ്റി ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ വിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.